ഹോസ്റ്റൽ മുറിയുടെ 4 ചുവരുകൾക്കുള്ളിൽ വെറുതെ ഇരുന്ന് വല്ലാതൊരു മടുപ്പ് തോന്നിയപ്പോഴാണ് എങ്കിൽ പിന്നെ നേരെ ഫോർട്ട് കൊച്ചിയിലേക്ക് ഒന്ന് പോയാലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നത്. ശരിക്കും കുറച്ച് വർക്കൊക്കെ തീർക്കാൻ ബാക്കിയുണ്ടായിരുന്നെങ്കിലും എന്നാലും അതൊക്കെ അവിടെ ചെന്നിട്ട് സെറ്റാക്കാമെന്ന് കരുതി. അങ്ങനെ പെട്ടെന്നൊരു യാത്രയ്ക്കുള്ള പ്ലാൻ അങ്ങ് ഉറപ്പിച്ചു. ഹോസ്റ്റൽ ഞാൻ അപ്പോൾ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ താമസത്തിൻ്റെ കാര്യത്തിൽ ടെൻഷൻ ഇല്ലായിരുന്നു. രാവിലെ കൃത്യം 10 മണിക്ക് തന്നെ ഞാൻ ബൈക്കെടുത്ത് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കൊച്ചിയുടെ സ്വന്തം വൈബിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് വണ്ടിക്ക് കുറച്ച് ഊർജ്ജം കൊടുക്കണമല്ലോ. അങ്ങനെ പോകും വഴി ഒരു 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. ഇവിടെ ഇപ്പോൾ ലിറ്ററിന് 113 രൂപയാണ്. മെയിൻ റോഡിലേക്ക് കയറിയതും ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഒരു ശനിയാഴ്ച ആയിരുന്നിട്ട് കൂടി പ്രതീക്ഷിച്ചതിലും വലിയൊരു ബ്ലോക്ക്. എവിടെയോ റോഡ് പണി നടക്കുന്നത് കൊണ്ടാകാം വണ്ടികൾ ഇഴഞ്ഞാണ് നീങ്ങുന്നത്. ട്രാഫിക്കൊക്കെ കടന്ന് ഞാൻ നേരെ വന്നത് ജങ്കാർ സർവീസ് ഉള്ള സ്ഥലത്തേക്കാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ വണ്ടിയുമായി ജങ്കാറിൽ കയറുന്നത്. ടിക്കറ്റ് എടുത്തപ്പോഴാണ് ശരിക്കും അതിശയിച്ചത്. ബൈക്കിന് വെറും 10 രൂപയും കാറിനാണെങ്കിൽ 25 രൂപയും. ഇത്രയും കുറഞ്ഞ പൈസയ്ക്ക് സർവീസ് നടത്തിയിട്ട് ഇവർക്ക് എന്തെങ്കിലും വലിയ ലാഭം കിട്ടുന്നുണ്ടോ എന്തോ. എന്തായാലും കായലിന് നടുവിലുള്ള കാറ്റും കൊണ്ട് ബൈക്കിലിരുന്നുള്ള ആ യാത്ര വല്ലാത്തൊരു ഫീൽ തന്നെയായിരുന്നു. അങ്ങനെ ജങ്കാർ ഇറങ്ങി ഫോർട്ട് കൊച്ചിയുടെ തെരുവുകളിലൂടെ കുറച്ച് നേരം കറങ്ങി. സത്യം പറഞ്ഞാൽ ഈ സോഷ്യൽ കണ്ടുപിടിക്കാൻ ഞാൻ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടു. ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കി എങ്ങനെയൊക്കെയോ അവിടെ എത്തി. ഉച്ചയ്ക്ക് 1 മണിക്കായിരുന്നു ചെക്ക് ഇൻ സമയം. അകത്ത് കയറിയപ്പോൾ തന്നെ വല്ലാത്തൊരു പോസിറ്റീവ് വൈബ് തോന്നി. എന്നാലും ബാക്കിയുള്ള വർക്ക് തീർക്കാനുള്ളത് കൊണ്ട് ഞാൻ നേരെ വർക്ക് ഏരിയയിൽ പോയിരുന്ന് ലാപ്പ് തുറന്നു. ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ടിരുന്ന് വർക്ക് ചെയ്യാൻ നല്ല രസമായിരുന്നു. അങ്ങനെ ഏകദേശം 2 മണിയോടെ ഞാൻ വർക്കെല്ലാം തീർത്തു ഫ്രീ ആയി. ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ വിശന്ന് കൂട്ടൽ കരിയുന്ന അവസ്ഥയായി. ഫോർട്ട് കൊച്ചിയിലെ കിടിലൻ ബിരിയാണി കഴിക്കാമെന്നായിരുന്നു മനസ്സ് നിറയെ. പക്ഷേ ഒരു കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇവിടെ 2 മണി കഴിയുമ്പോഴത്തേക്കും മിക്ക കടകളിലും ബിരിയാണി തീരും. അവിടെയുള്ളവർ പറഞ്ഞതനുസരിച്ച് കുറച്ച് കടകളിലൊക്കെ പോയി നോക്കി. പക്ഷേ എങ്ങും ബിരിയാണിയില്ല. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് അടുത്തൊരു കട കണ്ടത്. നല്ല ചൂട് പുട്ടും മീൻകറിയും ഒക്കെ അവിടെ കിട്ടും. പക്ഷേ എനിക്ക് പുട്ട് കഴിക്കാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ചൂട് പൊറോട്ടയും ബീഫ് ചാപ്സും ഓർഡർ ചെയ്തു. എന്തായാലും ആ കാത്തിരിപ്പിനൊരു വിലയുണ്ടായിരുന്നു. സംഭവം സൂപ്പറായിരുന്നു. വയറ് നിറഞ്ഞപ്പോൾ നേരെ ഫോർട്ട് കൊച്ചി ബീച്ചിലേക്ക് നടന്നു. നല്ല ശാന്തമായ കടൽ തീരം. കുറച്ച് ദൂരെയായി ഒരു LPG സ്റ്റേഷനൊക്കെ കാണാമായിരുന്നു. ഒരുപാട് പേർ അവിടെ വന്നിട്ടുണ്ട്. ചിലർ ഫാമിലിയായിട്ട്, ചിലർ ഫ്രണ്ട്സായിട്ട്, എന്നെപ്പോലെ ഒറ്റയ്ക്ക് വന്നവരും കുറവല്ല. അവിടെയുള്ള ഓരോരുത്തരെയും കാണുമ്പോൾ അവർക്ക് പറയാൻ ഓരോരോ കഥകളുള്ളതുപോലെ എനിക്ക് തോന്നി. ആ തിരക്കുകൾക്കിടയിലും വല്ലാത്തൊരു ശാന്തത അവിടെ ഉണ്ടായിരുന്നു. കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാനെടുത്ത് ആ വൈബ് അങ്ങനെ ആസ്വദിച്ചു. കുറേ നേരം നടന്നപ്പോൾ ചെറിയൊരു ക്ഷീണം. അങ്ങനെ സമൃദ്ധിയിൽ കയറി ചായ കുടിച്ചു. ചായയ്ക്കും കടികൾക്കുമൊക്കെ വില കുറവായിരുന്നു. പക്ഷേ ചായയുടെ ടേസ്റ്റ് അത്ര പോരായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്നിറങ്ങി വേറൊരു ചെറിയ കടയിൽ കയറി നല്ലൊരു കടുപ്പത്തിലെ ചായ കുടിച്ചു. എന്നിട്ട് നേരെ പോയി കടൽ കാണാൻ പറ്റിയൊരു സീറ്റിൽ പോയിരുന്നു. ഇഷ്ടമുള്ള പാട്ടും കേട്ട് അവിടുത്തെ കാറ്റും കൊണ്ട് സൺസെറ്റ് ആകുന്നവരെ ഞാൻ അങ്ങനെ ഇരുന്നു. ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു സമാധാനമായിരുന്നു ആ നിമിഷം. ഫോർട്ട് കൊച്ചിയിൽ വന്നാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത കാഴ്ചയാണ് അവിടുത്തെ സൺസെറ്റ്. ആ ചീന വലകൾക്കിടയിലൂടെ സൂര്യൻ താഴേക്ക് പോകുന്നത് കാണാൻ തന്നെ വലിയൊരു പ്രത്യേക ഭംഗിയാണ്. ആ മനോഹരമായ കാഴ്ച ഞാൻ ക്യാമറയിൽ പകർത്തി. ഇരുട്ട് വീണപ്പോൾ അവിടെയുള്ള ഒരു കടയിൽ നിന്ന് നല്ലൊരു ബീഫ് ബിരിയാണിയും കഴിച്ചു. പതുക്കെ ഹോസ്റ്റലിലേക്ക് തിരിച്ചു നടന്നു. ഹോസ്റ്റലിൽ എത്തിയപ്പോഴാണ് മഹാരാഷ്ട്രയിൽ നിന്നും വന്ന ഒരു ഗ്രൂപ്പിനെ പരിചയപ്പെട്ടത്. സോളോ ട്രിപ്പുകളുടെ ഏറ്റവും വലിയ രസം ഇതൊക്കെയല്ലേ. അവരുമായി പെട്ടെന്ന് തന്നെ കമ്പനിയായി. രാത്രി കുറേ നേരം ഒരുമിച്ചിരുന്ന് ഗെയിംസൊക്കെ കളിച്ച് ഭയങ്കര രസമായിരുന്നു. നാളെ രാവിലെ അവർ കുമ്പളങ്ങിൽ കയാക്കിങ്ങിന് പോകുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഞാനും കൂടാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ കുമ്പളങ്ങിയിലേക്ക് പോകാനുള്ള പിക്കപ്പ് കാർ എത്തി. അവിടെ എത്തിയപ്പോൾ ഞാൻ ആദ്യം ഒറ്റയ്ക്ക് കയാക്കിങ് ചെയ്യാമെന്നാണ് കരുതിയത്. പക്ഷേ കൂടെ വന്നവരിൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് പോകാൻ നല്ല പേടിയുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, പുള്ളീനെയും കൂട്ടി ഞാൻ ഡബിൾ കയാക്കിന് ഇറങ്ങി. ഏകദേശം 2.5 മണിക്കൂറോളം ഞങ്ങൾ കായലിലൂടെ കയാക്കിങ് ചെയ്തു. അത്യാവശ്യം നല്ല രീതിയിൽ തുഴയേണ്ടി വന്നു. കയാക്കിന് പകരം പാഡ്ലിംഗ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു എന്ന് തോന്നി. എന്തായാലും അടുത്ത തവണ വരുമ്പോൾ പാഡ്ലിംഗ് തീർച്ചയായും ട്രൈ ചെയ്യണം. അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുതിയ കൂട്ടുകാരോടൊക്കെ യാത്ര പറഞ്ഞു. അടുത്ത തവണ വരുമ്പോൾ എന്തായാലും അറിയിക്കാമെന്ന് അവർക്കും വാക്കുകൊടുത്ത് ആ നല്ല ഓർമ്മകളുമായി ഞാൻ അവിടെ നിന്നും മടങ്ങി.